കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യക്തമായ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിച്ചു എന്ന് തുറന്നു പറയുകയാണ് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. LDFിൻ്റെ പരാജയത്തിന് ഇത് പ്രധാന ഘടകമായിട്ടുണ്ട്, മുണ്ടേരിയിൽ ഉൾപ്പെടെ. ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറയുകയാണ് ഈ അഭിമുഖത്തിൽ CPM ജില്ലാ സെക്രട്ടറി. വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണം നേരിടേണ്ടി വന്നിട്ടുണ്ട് LDFന്. എങ്കിൽ കൂടി തുടർഭരണം എന്ന LDFിൻ്റെ പ്രഖ്യാപിതമായ ആ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ആക്ഷേപങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനുകൂടി വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് KK രാഗേഷ്. ഞങ്ങൾ കണ്ടിരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ഫലം വന്നപ്പോൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ വലിയ നിലയിലുള്ള പരിശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. വർഗീയ പ്രചരണം, അങ്ങേയറ്റം തെറ്റായ പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ വർഗീയമായി വിഭജിക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത് വിവാദങ്ങൾ മാത്രമേ. അത് ഓരോന്നെടുത്ത് പരിശോധിച്ചാലും മനസ്സിലാവും, നിർമ്മിക്കപ്പെട്ട വിവാദങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളെക്കാൾ കൂടുതൽ വികസന കാര്യങ്ങൾ ചർച്ചയിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ വികസന കാര്യങ്ങൾ ചർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതോടുകൂടി ജനങ്ങൾ വലിയ നിലയിൽ വർഗീയമായിട്ടുള്ള പ്രചരണത്തെയോ അല്ലെങ്കിൽ പെരുന്നുണകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിവാദങ്ങളെയോ കണക്കിലെടുക്കാതെ വികസനത്തെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉയർത്തിയ ആക്ഷേപങ്ങൾ, ആ ആക്ഷേപങ്ങൾ കൃത്യമായി തെളിയും. ഇപ്പം നമ്മുടെ ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ട്, അവിടെ നീക്കാത്ത മാലിന്യം നീക്കിയെന്ന് കള്ളക്കണക്കുണ്ടാക്കി അതുവഴി ഏതാണ്ട് 1.25 കോടി രൂപ തട്ടിയെടുത്തു. ഇപ്പോൾ കണ്ണൂർ നഗരത്തിലെ വലിയ വൻകിട ഹോട്ടലിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന മാലിന്യം നേരെ അവിടെ കൊണ്ടുപോയി ഒഴുക്കുന്ന വിധത്തിലല്ലേ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. മരക്കാർ കണ്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 1400 ലക്ഷം 140 കോടി അവാർഡ് ചെയ്ത വർക്ക് എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്തത്? മനുഷ്യനെ മൃതശരീരം ദഹിപ്പിക്കുന്ന വിറകുൾപ്പെടെ തട്ടിപ്പ് നടത്തിയിട്ട് അഴിമതി നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഈ കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടല്ലോ, ആ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഈ നഗ്നമായ, നാളിതുവരെ കാണാത്ത, എവിടെയും കേട്ടുകേൾവിയില്ലാത്ത നികൃഷ്ടമായ അഴിമതി സംഭവങ്ങൾ കൺമുന്നിൽ വരുന്ന സമയത്ത് നിശബ്ദനായിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അത്രയേ ഉള്ളൂ. വരാനിരിക്കുന്ന 4 മാസം ഏറെ നിർണായകമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും തുടർഭരണമുണ്ടാകുമെന്നും വ്യക്തമാക്കുന്നുണ്ട് KK രാഗേഷ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷുമൊത്തുള്ള കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.